ഒത്തിരി ദിവസം ഈ വഴി കൂടെ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. എഗ്രിമെൻറ്റ് തന്നു അദ്ദേഹം. അതിനുശേഷം ഇതുവരെയും ഷോപ്പിൻ്റെ കീ തന്നിട്ടില്ല. മൺഡേ മാക്സിമം അദ്ദേഹം ഷോപ്പിൻ്റെ കീ തരും. മൺഡേ ഷോപ്പിൻ്റെ കീ തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡോർ ഇടുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും. ഞാനിന്ന് ശരിക്കും മോളുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ടയേർഡായിരുന്നു. ഇന്നലെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അവൾ രാത്രി ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ആ പണിയൊക്കെ ആയിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഒത്തിരി ലേറ്റായി. അവളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അങ്ങനെ എൻ്റെ പണിയൊന്നും നടന്നില്ല. ഇതാണ് എൻ്റെ ഇനിയോട്ട് പഴയ അഡ്രസ്സ്. ഇനി പുതിയ അഡ്രസ്സാണ്. ചെട്ടിയാരകരം ഫസ്റ്റ് സ്ട്രീറ്റ് എന്നാണ് ആ റോഡിൻ്റെ പേര്. ഇത് മൊഗപ്പേർ ഫസ്റ്റ് സ്ട്രീറ്റ്, അത് ചെട്ടിയാരകരം ഫസ്റ്റ് സ്ട്രീറ്റ് പോരൂർ. ഇത് മൊഗപ്പേർ. അപ്പം ഇവിടുത്തെ ദിവസങ്ങൾ തീരാറായി. ഇനി അവിടെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കമേഴ്ഷ്യൽ ഏരിയയാണ്. ഇതുപോലെ എന്താ പറയുന്നത്, ഇതുപോലത്തെ സ്ഥലമല്ല. പാർക്കും വീടും അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുമല്ല. അത് പക്ക കമേഴ്ഷ്യൽ ഏരിയയാണ്. അപ്പോൾ എനിക്ക് പുറത്ത് വെച്ചിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. ഇതുപോലെ എനിക്ക് ഒരു ചെറിയ വാക്കിനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. വീഡിയോസ് ഇടുവാണെങ്കിൽ ഷോപ്പിനകത്തിരുന്നിട്ട് മാത്രമേ വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു പാർക്കാണ്. ഇതൊരു പാർക്കാണ്. അപ്പം എൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ പാർക്ക്, പിന്നെ ഒരുപാട് വീട്. ഇതൊക്കെ ഒരു കോളനി പോലത്തെ ഒരു കുറേ വീടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. ഞാൻ എന്തു പറയാം, നല്ല രസമാണ്. പിന്നെ അപ്പുറത്തെ സൈഡ് മെയിൻ റോഡാണ്. ഒരു വലിയ റോഡിൻ്റെ ഒരു സബ് റോഡിലാണ് ഞാൻ എൻ്റെ ഷോപ്പ് എടുത്തിരുന്നത്. എനിക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കണം റോഡ് എന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. ചെമ്പരത്തി തന്നെയാണ്. പക്ഷേ അപ്പം ഈ ഫ്ലവേഴ്സിനൊക്കെ ബൈ പറയണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. എന്നാലും പോയല്ലേ പറ്റൂ. കണ്ട ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇടുന്നതാണ്. എൻ്റെ ഫേവററ്റാണ് ഇവരൊക്കെ. ഇവനാണ് ചെന്നൈക്കാരുടെ ഫേവററ്റ്. എൻ്റെയും ഇവനാണ് ചെന്നൈക്കാരുടെ ഫേവററ്റ്. എവിടെ നോക്കിയാലും ഈ മഞ്ഞളുണ്ടാവും. നമ്മുടെ കൊന്നപ്പൂ പോലെ. കൊന്നപ്പൂ ആണെങ്കിൽ പോലും കൊന്നപ്പൂ ആണെങ്കിൽ പോലും നമുക്ക് ഒരു സീസണല്ലേ. ഇത് ചെന്നൈക്കാർക്ക് എന്നും ഈ പൂവുണ്ട്. അപ്പോൾ ശരി, ബൈ ഐഷാസ്.